ഇവിടെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഹീറോയിനാണെങ്കിൽ പ്രൊമോഷന് വേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ടാകും. പക്ഷെ ഇവൾക്ക് വലിയ പോസ്റ്റിംഗ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതേ സമയത്ത് ഹോസ്പിറ്റലിലെ മെയിനായ ഡോക്ടർക്കാണെങ്കിൽ ഹീറോയിന് മേലെ ഒരു കണ്ണുണ്ടാകും. അവൾ എങ്ങനെയും സ്വന്തമാക്കാൻ നോക്കുകയാണ്. സോ ആ ഡോക്ടർ ആണെങ്കിൽ ഹീറോയിനോട് നിനക്ക് പ്രൊമോഷൻ വാങ്ങി തരേണ്ടത് എന്റെ കടമയാണെന്ന് പറയും. ആ ദിവസം നൈറ്റ് ആണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്ത് നിനക്ക് പ്രൊമോഷൻ കിട്ടി നാളെ എന്റെ വീട്ടിൽ ഒന്ന് കാണുന്നു പറയും. സോ ഹീറോയിനും ആ ഡോക്ടർ പറഞ്ഞ പോലെ ഡ്യൂട്ടി കഴിഞ്ഞ അയാളെ കാണാനായിട്ട് വീട്ടിൽ പോയാലേ പെട്ടെന്ന് അയാളാണെങ്കിൽ പ്രൊമോഷൻ വേണമെങ്കിൽ 5 ലക്ഷം വേണമെന്ന് പറയാണ്. ഇനി ആ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നൊരു രാത്രി എന്നോട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഹീറോയിൻ ടച്ച് ചെയ്യാണ്. എന്നാൽ ദേഷ്യപ്പെടുന്ന ഹീറോയിനാണെങ്കിൽ ആളെ തള്ളി മാറ്റിയാണ്. പക്ഷെ അവനാണെങ്കിൽ നേരെ പോയി ഒരു കത്തിയിലേക്ക് വീണ് കഴുത്തിൽ കുത്തി മരിച്ചു പോകുകയാണ്. ഷോക്കാവുന്ന ഹീറോയിനാണെങ്കിൽ എന്താണെന്ന് അറിയാതെ അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ട് വീട്ടിലേക്കും വരും. അതേസമയത്ത് ഈ സൈഡ് ഹീറോ ആണെങ്കിൽ സിനിമയിൽ ചാൻസ് ആവശ്യപ്പെട്ട് ഡയറക്ടർ കാണാനായിട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ ഡയറക്ടർ ആണെങ്കിൽ ആ ഡോക്ടറെ പോലത്തെ ഒരുത്തനായിരിക്കും. അവിടെ ഓഡീഷനായിട്ട് വന്ന പെണ്ണിനോട് നിന്നെ എന്തായാലും ഹീറോയിനാക്കാന്ന് പറഞ്ഞ് അവളെ അബ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷേ ദേഷ്യപ്പെടുന്ന പെണ്ണാണെങ്കിൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ കെട്ടി ഒന്നെടുത്ത് അവൻ തലയ്ക്ക് വെക്കുകയാണ്. അങ്ങനെ അവനെ മരിച്ചു പോകുകയാണ്. അത് കാണുന്ന ഇവനും പേടിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ രണ്ടുപേരും വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴായിരിക്കും ഇവന്റെ മൂന്നാമത്തെ ഫ്രണ്ട് വീട്ടിലേക്ക് വരിക. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ക്യാമറ ഉണ്ടാകും. അതാണെങ്കിൽ താഴെ കിടന്ന് നടന്ന് പറയാണ്. എന്നാൽ ആക്ച്വലി ആ ക്യാമറ ആണെങ്കിൽ ഡയറക്ടറിന്റേതായിരിക്കും. അവനാണെങ്കിൽ പെണ്ണിനെ അറിയാതെ റൂം നടന്ന കാര്യങ്ങൾ റെക്കോർഡ് നോക്കിയിട്ടുണ്ടാവും. എന്നാൽ ആ ക്യാമറയിൽ ഇപ്പോൾ ഉള്ളതാണെങ്കിൽ മർഡർ സീൻ ആയിരിക്കും. അതിലാണെങ്കിൽ പെണ്ണിന്റെ ഹസ്ബൻഡ് വന്നാൽ ചവിട്ടി കൊല്ലുന്നുണ്ടാവും. അങ്ങനെ ഡോക്ടർ മരിച്ച കേസാണെങ്കിൽ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അവസാനമായിട്ട് ഹീറോന്റെ കൂടെ ആയിരിക്കും ആ ഡോക്ടർ ഫോൺ സംസാരിച്ചിട്ടുണ്ടാവുക. സോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആ പോലീസുകാരനാണെങ്കിൽ ഹീറോനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ അവിടെ ട്വിസ്റ്റായിട്ട് പെണ്ണിന്റെ ഹസ്ബൻഡ് ആയിരിക്കും ആ പോലീസുകാരൻ. പക്ഷേ ആ സമയത്ത് ഹീറോനെ ആണെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ മാനേജ് ചെയ്യാണ്. അങ്ങനെ ഈ 3 പേരും ഈ പ്രശ്നത്തിൽ എങ്ങനെ രക്ഷപ്പെടുന്ന അറിയാതെ കൺഫ്യൂസ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോനെ ആണെങ്കിൽ പോലീസുകാരനെ കോൾ ചെയ്യാണ്. എന്നിട്ട് ഹീറോനാണെങ്കിൽ അവനോട് നീ ഡയറക്ടറിനെ കൊല്ലുന്ന ഫുട്ടേജ് ആണെങ്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് വെളിയിൽ പോകണമെങ്കിൽ 5 ലക്ഷം വേണമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും. അവസാനം ഹീറോനും ഗ്യാങ്ങും ഇതിന് രക്ഷപ്പെടുന്ന താല്പര്യം ഉണ്ടെങ്കിൽ പാട്ടൊന്നും നമ്മൾ വീഡിയോയിലേക്കും ചെയ്യുക.